ഇഡി റെയ്ഡിൽ മൗനം അവസാനിപ്പിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ എപ്പോൾ മറുപടി പറയണമെന്നത് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തനിക്ക് തരണമെന്ന് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രിയുടെ പരിഹാസം. കരിമണൽ കമ്പനിയിൽ നിന്ന് UDF നേതാക്കൾ പണം കൈപ്പറ്റിയതിലും മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. മോദിയെ കണ്ടതിന് പിന്നാലെയാണ് ഇഡി റെയ്ഡ് നടന്നതെന്ന ആരോപണത്തിനും പരിഹാസത്തോടെയാണ് വി ഡി സതീശന്റെ മറുപടി. ഇഡി റെയ്ഡും സംഘർഷവും ഉണ്ടായിട്ടും 13 തവണയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒഴിഞ്ഞുമാറിയത്. അവസാനം മൗനം വെടിഞ്ഞ സതീശൻ മാധ്യമങ്ങൾക്ക് നേരെയായി പരിഹാസം. എന്നാൽ ഇഡി കേസുകളിൽ കോൺഗ്രസിന്റെ ദേശീയ നിലപാട് ഇതാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയതുമില്ല. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ് ഞാൻ മറുപടി പറഞ്ഞില്ല. മൗനിബാബയാണ് 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാൽ ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് ചോദിച്ചു. അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. കരിമണൽ കമ്പനിയിൽ നിന്ന് UDF നേതാക്കൾ പണം കൈപ്പറ്റിയതും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. എന്നാൽ നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര വിമർശനം ഇല്ലാത്തത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സതീശന്റെ മറുപടി ഇങ്ങനെയാണ്. കേന്ദ്രത്തിനെ വിമർശിക്കേണ്ട ഘട്ടം കേന്ദ്രമായിട്ടുള്ള ഇടപെടലുകൾ ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. വിമർശിക്കുന്ന ഘട്ടം വരുമ്പോൾ വിമർശിക്കാം. ആദ്യമേ വിമർശിക്കുന്നത് എന്തിനാ? ഞങ്ങൾ പറയട്ടെ, ഞങ്ങളിതെല്ലാം പരിശോധിക്കട്ടെ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.